ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡത്തിനൊരു ഉദ്ദേശം ഇല്ലേ എന്നെനിക്കൊരു ഭയം. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ രാജു പറഞ്ഞ ഐഡിയ കൊള്ളാം. എന്നാ ഞാൻ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ രാജു. നമ്മൾ തമ്മിൽ പ്രണയമാണെന്ന് അച്ഛനെങ്ങാനും വിശ്വസിച്ചാലോ? അമ്മായി റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. ഞാൻ കേട്ടു. ഏത് സമയത്താണ് ദൈവമേ എനിക്ക് ഇതിനകത്ത് വരാൻ തോന്നിയത്? അത് ഞാനാണോ രാജുവിനെ ഇങ്ങോട്ട് ക്ഷണിച്ചേ? രാജു രാത്രിയിൽ ഓരോ സ്വപ്നങ്ങൾ കണ്ട് പേടിച്ച് ഞാൻ സേഫ് ആണോന്ന് അറിയാൻ ഇങ്ങോട്ട് വന്നിട്ടും ഇപ്പൊ കുറ്റം മുഴുവൻ എന്റേതായോ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എന്റെ സമയം മോശ, എന്റെ വിധി. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? എന്താ? ഒന്നുമില്ല. ഈ റൂമിന്റെ ഡോർ തുറക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. വെറുതെ ആലോചിക്കാതെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറ. തൽക്കാലം വഴിയൊന്നുമില്ല. എന്ന് പറഞ്ഞാ ഈ രാത്രി മുഴുവനും ഞാൻ ഈ റൂമിലിരിക്കണോ? ഇരിക്കേണ്ടി വന്നാ ഇരിക്കണം. അല്ല, രാജു ഇതിനു മുൻപ് ഈ റൂമിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ലേ? അന്ന് നമ്മള് വിവാഹം കഴിച്ച് ആ ഡ്രാമ നടക്കായിരുന്നല്ലോ. അതുപോലെയാണോ ഇപ്പോ? പറ. വർമ്മ സാർ എങ്ങനോ അറിഞ്ഞ ഇത് വലിയ പ്രശ്നമാവും. പ്രശ്നമായാലെന്താ? ഓ, അപ്പോ അതായിരുന്നല്ലേ മാഡത്തിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എന്താ രാജു ഉദ്ദേശിക്കുന്ന? അല്ല, വർമ്മ സാറിനോട് നമ്മൾ തമ്മില് പ്രണയത്തിലാണെന്ന് തെളിയിക്കാൻ മാഡം വീണ്ടും ഈ അവസരം മുതലാക്കുമെന്ന് മാഡത്തിനൊരു ഉദ്ദേശം ഇല്ലേ എന്നെനിക്കൊരു ഭയം. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ രാജു പറഞ്ഞ ഐഡിയ കൊള്ളാം. എന്നാ ഞാൻ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ രാജു. നമ്മൾ തമ്മിൽ പ്രണയമാണെന്ന് അച്ഛനെങ്ങാനും വിശ്വസിച്ചാലോ? പൊന്നും മാഡം, എന്നെ ചതിക്കല്ലേ? ഞാനൊരു തമാശ പറഞ്ഞതാ രാജു. രാജു പേടിക്കണ്ട. മാഡം, എന്നെ ഈ റൂമിൽ നിന്ന് പുറത്തിറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്നൊന്ന് ആലോചിച്ച് പ്ലീസ്. മാഡം, ഈ റൂമിന് സ്പെയർ കീ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആ സ്പെയർ കീ റൂമിനകത്താണോ പുറത്താണോ? സ്പെയർ കീ റൂമിന്റെ പുറത്ത് എവിടെയാ? ഋതിക മാഡം, യാമിനി മാഡത്തൊന്ന് വിളിച്ചു നോക്ക. ചെറിയമ്മ ഇപ്പൊ വിളിച്ചാലും ചെറിയമ്മ നമ്മളെ തെറ്റിദ്ധരിക്കില്ലേ? യാമിനി മാഡത്തോട് ഞാൻ സംസാരിച്ചോളാം. ഋതിക മാഡം യാമിനി മാഡത്തെ കോൾ ചെയ്തിട്ട് ഫോൺ ഇങ്ങത്താ. ശരി രാജു. രാജു, പിന്നെ ഒരു കാര്യം. എന്താ? ചെറിയമ്മയുടെ കയ്യില് സ്പെയർ കീ ഉണ്ടെങ്കിലും രാജു ഉടനെ ചെറിയമ്മയോട് വരാൻ പറഞ്ഞു കളയരുത്. അതെന്താ? അത് രാജുവിന് അമ്മയുടെ സ്വഭാവം അറിയാലോ. അമ്മായി റൂമിലൊന്നും പോയിട്ടുണ്ടാവില്ല. ഈ പരിസരത്ത് തന്നെ എവിടെയെങ്കിലും കാണും. എന്റെ റൂമിൽ ഒരാൾ വന്നിട്ടുണ്ടെന്ന് അമ്മായിക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അമ്മായി ഈ റൂമിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുന്നത് രാജുവിനെ തന്നെയായിരിക്കും. ശരിയാണല്ലോ. വിളിക്ക. ഋതുമോളെ. ചെറിയമേ, ഞാൻ ഫോണ് രാജുവിന് കൊടുക്കാം. രാജുവിനോ? മോളിത് എവിടെയാ? ചെറിയമേ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. ഫോൺ ഞാൻ രാജുവിന് കൊടുക്കാം. ഹലോ യാമിനി മാഡം. രാജു, നിങ്ങളിത് എവിടെയാ? എന്തു പറ്റി? രാജു, ഞാൻ സ്പെയർ കീ ഉണ്ടോ നോക്കാം. യമനി മാഡം,
അംബിക മാഡം ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഇവിടേക്ക് വരാവൂ. ശരി രാജു. നിന്നെ ഞാൻ കൊല്ലോടി ദിവ്യ. നിന്നെയും കൊല്ലും, നിന്റെ കുഞ്ഞിനെയും കൊല്ലും, ഹൃതികയും കൊല്ലും. എല്ലാവരെയും ഞാൻ കൊല്ലും. എടാ ദീപകെ, നീ ദൈവത്തോർത്തൊന്നും മിണ്ടാതെ കിടക്ക്. എല്ലാരും കൂടെ എനിക്ക് ഈശ്വര, പണി തന്നു. ഇവനെ ഈ കോലത്തിലിട്ടിട്ട് എനിക്ക് ഈ മുറിയുടെ പുറത്തു പോകാൻ പറ്റില്ലല്ലോ. ഇവൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂവി അത് ആരെങ്കിലും കേട്ടാ വലിയ കുഴപ്പമാവല്ലോ ഭഗവാനെ. ഏ, ഹൃതിക, എടാ പൊന്നു മോനെ, ഇവിടെ വാടി. വേളം വെക്കാതരാ. എന്നെ എല്ലാരും കൂടെ ചതിച്ചില്ലേ? ഒന്ന് കേക്കടാ മോനെ. ഇല്ല, ഞാൻ അയ്യോ ഋതിക മാഡം, ഇത് വീണ്ടും അംബിക മാഡം ആയിരിക്കും. മോളെ, ഇത് ചെറിയമ്മയാ. ചെറിയമ്മയാ. യമുന വാ മാഡം. രാജു, വാ. രാജു, വേഗം പൊയ്ക്കോ. ആരുടെയും കണ്ണുപെടാതെ ശ്രദ്ധിക്കണേ. ആ ശരി മാഡം. മോളെ, നീ അകത്ത് കയറിക്കോ. ഞാൻ പഴയ രീതിയിൽ തന്നെ പൂട്ടിയേക്കാം. ശരി ചെറിയമ്മേ. ആ ശരി. എടീ ദിവ്യ, അപ്പൊ അത് അവൻ തന്നെ ആയിരുന്നു അല്ലേ? യാമിനി ആയിരിക്കും അവനെ തുറന്നു വിട്ടത്. എന്റെ കട്ടിൽ നിന്റെ ബോഡി. എടാ മിണ്ടാതെ കിടക്കടാ. അമ്മ എന്തിനാ ഇവിടെ നടന്ന് ബഹളം വയ്ക്കുന്നത്? എടാ, ഇനി നീ ഇവിടെ കിടന്ന് കൂവിയ നിന്റെ തലയിൽ തണുത്ത വെള്ളം കോരി ഒഴിക്കും. എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി ബോഡി ദിവ്യ. പിന്നെ പോകുമ്പോ നിന്റെ കുഞ്ഞിനെ കൂടെ എടുത്തോണ്ട് പോയിക്കോണം. പകലേ